നമ്മുടെ ഒരു മകൻ വിവാഹം കഴിച്ചു, അവൻ ഭാര്യയൊന്നുമില്ലാതെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ്. അവന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ആളില്ല, അവന് ഭക്ഷണം കൊടുക്കാൻ ആളില്ല, ഭാര്യ എന്ന നിലക്കുള്ള ബന്ധങ്ങൾക്ക് ആളില്ല. അങ്ങനെ ഒറ്റപ്പെട്ടാണ് അവൻ അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ മകൻ ഒരു പ്രയാസത്തിലാണ്, അതുകൊണ്ട് അവൻ്റെ കൂടെ എന്ത് വേണം, ആൾ വേണം എന്നുള്ള ഒരു മനസ്സാണ് യഥാർത്ഥത്തിൽ എന്തുണ്ടാവേണ്ടത്, അവർക്ക് ഉണ്ടാവേണ്ടത്. ഇവിടെ ഉമ്മക്ക് ആളില്ലല്ലോ, വീട്ടിലാളില്ലല്ലോ എന്ന് അവൻ ചിന്തിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നത് പോലെ തന്നെ ഉമ്മയുടെ മകനായിട്ടുള്ള ഇവൻ അവിടെ ഒറ്റയ്ക്കാണല്ലോ, കല്യാണം കഴിച്ചിട്ട് അവർക്ക് രണ്ടും ഒപ്പം നിൽക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ച് നീതി പ്രകാരം എന്താണ്, ഉമ്മ തന്നെ നീ എനിക്ക് അവിടെ നിവർത്തിണ്ടെങ്കിൽ നീ ഭാര്യനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറയേണ്ട സ്ഥാനത്ത് ഉമ്മ എന്ത് ചെയ്യാണ്, അതിലൊരു നീരസം പ്രകടിപ്പിക്കണം. അതിലൊരു ന്യായമില്ല, അതിലൊരു നീതിയുമില്ല. പിന്നെ ഇവൾ വന്നിട്ടുള്ളത് എന്തിനാണ്, ഇവനെ സംരക്ഷിക്കാനും ഇവൻ്റെ കാര്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാനുമാണ്. ഇവൻ്റെ പരലോകവും ദുനിയാവും ഇവളെ കേന്ദ്രീകരിച്ചിട്ടാണുള്ളത്. പലപ്പോഴും ഒരു പുരുഷൻ ഒറ്റയ്ക്ക് ഗൾഫിൽ നിൽക്കുമ്പോൾ അവന് സൂക്ഷ്മത കുറവുണ്ടായിരിക്കും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് ഭാര്യ കൂടെ ഉണ്ടാവലാണ്. നമുക്ക് എല്ലാ ഉമ്മമാരും പറയാനുള്ളത്, കല്യാണം കഴിഞ്ഞ ആരെങ്കിലും നിങ്ങൾക്ക് മക്കളായിട്ടുണ്ടെങ്കിൽ ആ മകനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവനും ഭാര്യയും ഒന്നിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം.